Hello dear students. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് മാഗ്നറ്റിക് ഫോഴ്സസ് ഡു നോട്ട് വർക്ക് എന്ന് പറയുന്നതാണ് ലാസ്റ്റ് സെക്ഷനായിട്ട് നമ്മൾ കണ്ടത്. അതിനു മുമ്പ് സൈക്ലോട്രോണിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണുന്നത് മാഗ്നറ്റോസ്റ്റാറ്റിക്സിലെ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. ഇലക്ട്രിക് കറണ്ട് നമുക്കറിയാവുന്ന പോലെ തന്നെ കറണ്ടിനെ കുറിച്ച് നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങൾ നമുക്കറിയാം അല്ലേ. ഫ്ലോ ഓഫ് ചാർജ് ആണ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, കറണ്ട് ഫ്ലോ നടക്കണമെങ്കിൽ ഉള്ള കണ്ടീഷൻ എന്താണ്? സർക്യൂട്ട് ക്ലോസ്ഡ് ആയിരിക്കണം എന്നതാണ്. ഓക്കെ, സോ ഒരു മെറ്റാലിക് കണ്ടക്ടർ, ഒരു കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ഒരു കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ ലാർജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. പക്ഷേ ഈ ഇലക്ട്രോൺസൊക്കെ അതിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ റാൻഡം മൂവ്മെൻ്റ് ആണ്. സോ ദാറ്റ് വി കനോട്ട് സേ നെറ്റ് റിസൾട്ടൻറ്റ് മൂവ്മെൻറ്റ്. ഓക്കെ, പക്ഷേ ഈ ഒരു കണ്ടക്ടറിനെ നമ്മളൊരു എക്സ്റ്റേണൽ ബാറ്ററി ആയിട്ട്, ഒരു വോൾട്ടേജ് സോഴ്സുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ അവിടെ എന്തുണ്ടാവും? ഈ ബാറ്ററി അല്ലെങ്കിൽ എക്സ്റ്റേണൽ വോൾട്ടേജ് സോഴ്സ് ഒരു EMF പ്രൊവൈഡ് ചെയ്യും. ബിക്കോസ് ഓഫ് ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ്, അവരുടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഈ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് തന്നെ ഈ ഇലക്ട്രോൺസിന് എന്തുണ്ടാവും? ഒരു നെറ്റ് ഫ്ലോ ഉണ്ടാവും, ഒരു റിസൾട്ടൻറ്റ് മോഷൻ ഉണ്ടാവും. ഓക്കെ, ആൻഡ് ദാറ്റ് റിസൾട്ടൻറ്റ് മോഷൻ റിസൾട്ട്സ് ഇൻ ഓർ കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഇലക്ട്രിക് കറണ്ട്. ഓക്കെ, സോ നമ്മളൊരു മെറ്റൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒരു കണ്ടക്ടർ, നമുക്കിങ്ങനെ ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്യാം. ദിസ് ഈസ് എ കണ്ടക്ടർ. ഇറ്റ് ഈസ് ഹാവിങ് ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. ഓക്കെ, പക്ഷേ ഈ ഇലക്ട്രോൺസ് ഒന്നും എന്തല്ല, അതിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് റാൻഡം മൂവ്മെൻ്റ് ആണ്. നമുക്കൊരു റിസൾട്ടൻറ്റ് ഡയറക്ഷൻ നമുക്ക് കാണാൻ കഴിയില്ല. നമ്മൾ ഈ ഒരു കണ്ടക്ടറിനെ നമ്മളൊരു എക്സ്റ്റേണൽ വോൾട്ടേജ് സോഴ്സുമായിട്ട് എന്ത് ചെയ്തു? കണക്ട് ചെയ്തു. ഇങ്ങനെ ഒരു എക്സ്റ്റേണൽ വോൾട്ടേജ് സോഴ്സുമായിട്ട് ഈ ഒരു കണ്ടക്ടറിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക? ഈ എക്സ്റ്റേണൽ വോൾട്ടേജ് സോഴ്സ് കൊണ്ട് അതിനൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ടായിരിക്കും ആരും മൂവ് ചെയ്യുന്നത്? ഈ ഇലക്ട്രോൺസ് ഒക്കെ മൂവ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫ്രീ ഇലക്ട്രോൺസ് will have a resultant movement or resultant motion. Okay, this motion, resultant motion of electrons constitute current. Okay, generally we know I is equal to Q/T ആണ് റിലേഷൻ. ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് ആണെങ്കിൽ, ഒരു ഓരോ സെക്കൻഡിലെയും ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് ആണെങ്കിൽ ഈ ഇക്വേഷനിൽ നമ്മൾ ചെറിയൊരു ചേഞ്ച് വരുത്തും. I is equal to dQ/dt, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് കറണ്ട് എന്നുള്ളതാണ്, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. അതാണ് എന്ത്? കറണ്ട് എന്ന് പറയുന്നത്, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു കറണ്ട്, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എവിടെ വയ്ക്കുകയാണ്? ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ഈ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഫോഴ്സ്? അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട നെക്സ്റ്റ് ഒരു സബ് ടോപ്പിക്കായിട്ട് വരുന്നത്. ഫോഴ്സ് ഓൺ സെഗ്മെൻറ്റ് ഓഫ് എ കറണ്ട് ക്യാരിയിങ് വയർ placed in a uniform magnetic field. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. സപ്പോസ് ദിസ് ഇസ് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഓക്കെ, ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലൂടെ അല്ലെങ്കിൽ ഇതിലൂടെ പോകുന്ന കറണ്ട് I ആണെന്ന് വിചാരിക്കുക. ഈ കണ്ടക്ടറിൽ നമ്മൾ എന്ത് ചെയ്തു? ചെറിയൊരു പോയിന്റ് നമ്മൾ A എന്നൊരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. ഇതിന് ഹാവിങ് എ സ്മോൾ ലെങ്ത് DL, ചെറിയൊരു സ്പ്രെഡ് DL എന്ന് പറയുന്ന ചെറിയൊരു സ്മോൾ സെഗ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്തു. ആ സെഗ്മെൻറ്റിൻ്റെ ഉള്ളിലാണെന്ന് പറയുന്നത് A എന്ന് പറയുന്ന പോയിൻ്റ് ഉള്ളത്. ഓക്കെ, ഇവിടെ ചാർജ് ഡെൻസിറ്റി, ലെറ്റ് ലാംഡ ബി ദ ചാർജ് ഡെൻസിറ്റി. ലാംഡ ഈസ് ദ ലീനിയർ ചാർജ് ഡെൻസിറ്റി, ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് അല്ലേ. അപ്പോൾ ലാംഡയുടെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. ലാംഡ ഈസ് ഈക്വൽ ടു dQ/dl or Q/L ആണ്. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് ലാംഡ എന്ന് പറയുന്നത്. ഓക്കെ, സപ്പോസ്
v is the velocity with which the charges are moving through this conductor. ഈ കണ്ടക്ടറിലൂടെ ചാർജ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി v ആണെന്ന് വിചാരിക്കുക. വെലോസിറ്റി വിത്ത് വിച്ച് the charges are moving. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത്ത് ഡി എൽ ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? വി ഡി ടി എന്ന് എഴുതാൻ സാധിക്കും. വെലോസിറ്റി ഇൻറ്റു ടൈം അല്ലേ? നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ് അല്ലേ? അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു എന്താ പറയുക, വെലോസിറ്റി ഇൻറ്റു ടൈം, ദാറ്റ് ഇസ് ഡി എൽ ഇസ് ഈക്വൽ ടു വി ഡി ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻസ് ജസ്റ്റ് 1 2 എന്നുള്ള നമ്പർ ഞാൻ കൊടുത്തു. ഓക്കെ, ഡി എൽ ഇസ് ഈക്വൽ ടു വി ഡി ടി ആണെന്ന് പറഞ്ഞു. അതുപോലെ ലാംഡ ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി എൽ ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ ഇതിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ഡി ക്യൂ നമ്മൾ എഴുതാൻ വിചാരിക്കും. ഡി ക്യൂ ഇസ് ഈക്വൽ ടു എന്താ കിട്ടുക? ലാംഡ ഇൻറ്റു ഡി എൽ എന്ന് കിട്ടും. ആ ഡി എല്ലിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? വി ഡി ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ലാംഡ വി ഡി ടി എന്ന് കിട്ടി. ഓക്കെ, ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ സ്മോൾ ചാർജ് ക്യൂ വിത്തിൻ ദാറ്റ് സെഗ്മെൻറ്റ് ഡി എൽ. ഓക്കെ, സോ വാട്ട് ഈസ് ദ കറണ്ട്? കറണ്ടിൻ്റെ ഇക്വേഷൻ നമ്മൾ എന്താ എഴുതിയത്? ഐ ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി ആണ് അല്ലേ? അപ്പോൾ ഡി ക്യൂ ബൈ ഡി ടിക്ക് എന്ത് കൊടുക്കാം? ലാംഡ വി ഡി ടി ഡിവൈഡഡ് ബൈ ഡി ടി. ഇതിൽ രണ്ടിലും ഡി ടി ഉണ്ടല്ലോ, യു ക്യാൻ ക്യാൻസൽ ദാറ്റ്. സോ യു വിൽ ഗെറ്റ് ഐ ഇസ് ഈക്വൽ ടു ലാംഡ വി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം വി വെലോസിറ്റിയാണ്, അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇവിടെ ഐയും എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഈ കണ്ടക്റ്റിംഗ് വയറിലെ ഓരോ സെഗ്മെൻറ്റിലൂടെയും പോകുന്ന കറണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കറണ്ട് ആ സെഗ്മെൻറ്റിലൂടെ പോകുന്ന കറണ്ട് എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, കറണ്ട് അറ്റ് ഈച്ച് പോയിൻറ്റ്, എ എന്ന് പറയുന്ന പോയിൻറ്റിലൂടെ പോകുന്ന കറണ്ടിൻ്റെ കാര്യമാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, കറണ്ട് അറ്റ് ഈച്ച് പോയിൻറ്റ് ഇൻ ദ കണ്ടക്റ്റിംഗ് വയർ, കണ്ടക്റ്റിംഗ് വയറിലുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഈസ് എ വെക്റ്റർ, അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നൗ നമ്മുടെ ഹെഡിങ് എന്തായിരുന്നു? ഫോഴ്സ് ഓൺ സെഗ്മെൻറ്റ് ഓഫ് കറണ്ട് ക്യാരിങ് വയർ പ്ലേസ്ഡ് ഇൻ ആൻ യൂണിഫോം മാഗ്നറ്റിക് ഫോഴ്സ്. സോ വി ആർ പ്ലേസിംഗ് ദിസ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ബി. ഓക്കെ, സപ്പോസ് the conductor is placed in a uniform magnetic field B. Then the force, okay, then the magnetic force, that is the magnetic force acting on that conductor is given by, ചെറിയൊരു സെഗ്മെൻ്റ് അല്ലേ നമ്മൾ എടുക്കുന്നത്, കാരണമൊക്കെ ആ ചെറിയൊരു സെഗ്മെൻറ്റിലുള്ള മാഗ്നറ്റിക് ഫോഴ്സാണ് നമ്മൾ നോക്കുന്നത്. ഫോഴ്സ് ഇസ് ഈക്വൽ ടു, നമുക്കറിയാം എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ വി ക്രോസ് ബി ആണ്. നമ്മൾ ലോറൻസ് ഫോഴ്സ് ഇക്വേഷൻ പഠിച്ച സമയത്ത് എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇ പ്ലസ് വി ക്രോസ് ബി എന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും. അവിടെ നമ്മൾ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ഒരുമിച്ച് കൺസിഡർ ചെയ്യുമ്പോഴാണ് ഈ പ്ലസ് എന്നുള്ള ടൈം വരുന്നത്. അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കണ്ടീഷൻ നോക്കേണ്ട കാര്യമില്ല. നമുക്കവിടെ വരാം ക്യൂ ഇൻറ്റു വി ക്രോസ് ബി എന്ന് പറയുന്ന ഫോമാണ്. ഇവിടെ ചാർജ്, ആ സെഗ്മെൻറ്റിലുള്ള ചാർജ് ഡി ക്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഡി ക്യൂ ഇൻറ്റു ചാർജ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി വിയും എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ബി എം ആയതുകൊണ്ട് നമുക്ക് ഡി എഫ് ഇസ് ഈക്വൽ ടു എന്ന് എഴുതാം, ഡി ക്യൂ ഇൻറ്റു വി ക്രോസ് ബി എന്നുള്ള റിലേഷൻ എഴുതാം. Okay, so this is the small this is the force acting on that small segment dl. Okay, so നമുക്കിവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഡി ക്യൂവിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഫ്രം യെസ് ഫ്രം വാട്ട് ഇക്വേഷൻ നമ്പർ 1 ഡി ക്യൂ ഇസ് ഈക്വൽ ടു ലാംഡ ഡി എൽ എഴുതാലോ. അപ്പോൾ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? ലാംഡ ഡി എൽ ഇൻറ്റു വി ക്രോസ് ബി എന്നായിട്ട് മാറും. ഓക്കെ, സോ ദിസ് ഇസ് ലാംഡ വി ക്രോസ് ബി ഡി എൽ എന്നുള്ള രീതിയിൽ നമുക്ക് മാറ്റി എഴുതാം. ഓക്കെ, ഞാൻ ലാംഡ വി ഫ്രം ഇക്വേഷൻ നമ്പർ 3, ലാംഡ വി എന്ന് പറയുന്നത് എന്താണ്? കറണ്ടാണ് അല്ലേ? സോ ഡി എഫ് ഇസ് ഈക്വൽ ടു എന്താണ്? ഐ ക്രോസ് ബി. ഐ ഒരു വെക്ടറായിട്ടാണ് അവിടെ വന്നതെന്ന് പറഞ്ഞു. ഐ ക്രോസ് ബി ഡി എൽ എന്നുള്ള ഇക്വേഷനാണ് കിട്ടുന്നത്. സോ മാഗ്നറ്റിക് ഫോഴ്സ്, സ്മോൾ സെഗ്മെൻറ്റിലുള്ള മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടിയത്? ഡി എഫ് ഇസ് ഈക്വൽ ടു ഐ ക്രോസ് ബി ഡി എൽ എന്ന് കിട്ടി. ഓക്കെ, സോ വാട്ട് ഈസ് ദ ടോട്ടൽ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ഹോൾ ലെങ്ത്? ടോട്ടൽ മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ ഹോൾ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ഇൻഡക്ട്രേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? ചെറിയൊരു സെഗ്മെൻറ്റിലേതാണ് നമ്മൾ ചെയ്തതെങ്കിൽ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വാട്ട് ഈസ് ഫോം?
you have to integrate. Okay, so integral I cross b dl എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മളൊരു കാര്യം കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഐയുടെ ഡയറക്ഷനും ഡി എല്ലിൻ്റെ ഡയറക്ഷനും എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. നമ്മൾ പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ചെറിയ സെഗ്മെൻറ്റിലൂടെ അല്ലേ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡി എൽ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് നിന്ന് ഇവിടേക്കുന്ന ഈ ഡയറക്ഷൻ ആണെങ്കിൽ കറണ്ടിൻ്റെ ഫ്ലോയും അതേ ഡയറക്ഷൻ തന്നെയാണ് നിൽക്കുന്നത് അല്ലേ? സോ ഐയുടെ ഡയറക്ഷനും ആ സ്മോൾ സെഗ്മെൻറ്റിലെ ഡി എല്ലിൻ്റെ ഡയറക്ഷനും സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഇക്വേഷനിൽ ചെറിയൊരു ചേഞ്ച് കൂടി നമുക്ക് വരുത്താം. then equation will be like this: f is equal to integral over L നെ നമ്മൾ വെക്ടർ റെപ്രസെൻറ്റേഷൻ മാറ്റിയിട്ട് ഡി എൽ ക്രോസ് ബി എന്നാക്കി മാറ്റാം. കാരണം എന്താണ്, ഐയുടെ ഡയറക്ഷനും ഡി എല്ലിൻ്റെ ഡയറക്ഷനും സെയിം ആണെന്നാണ് പറയുന്നത്. സോ യു ക്യാൻ റീറൈറ്റ് ദിസ് ആസ് integral over L I ഡി എൽ ക്രോസ് ബി എന്നുള്ള രീതിയിൽ എഴുതാം. ഇഫ് ദ കറണ്ട് ഈസ് യൂണിഫോം, ഇഫ് ഐ ഈസ് യൂണിഫോം, നമുക്ക് ഈ ഇക്വേഷൻ ഒന്നുകൂടി മാറ്റാൻ സാധിക്കും. എന്താണ് ഇക്വേഷൻ നമ്പർ 7 നമുക്ക് ഒന്നുകൂടി മാറ്റാൻ സാധിക്കും. എന്താണ് മാറ്റാൻ സാധിക്കുക? യൂണിഫോം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ദ ലെങ്ത് ആ കറണ്ടിൻ്റെ വാല്യൂ സെയിം ആണ്. ആൻഡ് ദെൻ യു ക്യാൻ ടേക്ക് ദാറ്റ് ഐ ഔട്ട്സൈഡ് ദാറ്റ് ഇൻ്റഗ്രൽ. എഫ് ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാം ഐ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എൽ ക്രോസ് ബി എന്ന് പറയുന്ന റിലേഷനും നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് വാട്ട് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഇതൊക്കെയാണല്ലോ. ഇനി നമുക്ക് ഇതിൽ തന്നെ പറയേണ്ട മറ്റൊരു ടേമാണ് സർഫസ് കറണ്ട് ഡെൻസിറ്റി. ഓക്കെ, നമ്മൾ ലൈൻ കറണ്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഉള്ള ഒരു ടേമാണ് സർഫസ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്ന ടേം. ആൻഡ് ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ സിംബൽ കെ. ഓക്കെ, സോ ഇവിടെ നമ്മൾ നേരത്തെ ഒരു ലൈൻ സെഗ്മെൻറ്റാണ്, നമ്മളൊരു വയറിൻ്റെ ലെങ്ത് ആണ് എടുത്തതെങ്കിൽ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ഒരു സർഫസ് ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ ചെറിയൊരു സർഫസ് കൺസിഡർ ചെയ്തു ഓഫ് ദിസ്, ഇവിടെയുള്ള ചെറിയൊരു സെഗ്മെൻറ്റ്. ഓക്കെ, ഈ ഒരു സർഫസിലൂടെ പോകുന്ന കറണ്ട്, സർഫസ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതാണ് വരുന്നത്: എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോയിങ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ കറണ്ട് ഫ്ലോ. ഓക്കെ, സർഫസ് കറണ്ട് ഡെൻസിറ്റി ഈസ് ദി amount of current flowing per unit length. ശ്രദ്ധിക്കുക, സർഫസ് കറണ്ട് ആണെങ്കിൽ പോലും പെർ യൂണിറ്റ് ലെങ്ത് ആണ് വരുന്നത്. ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ കറണ്ട് ഫ്ലോ. ഓക്കെ, ആക്ച്വൽ കറണ്ട് ഫ്ലോയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ ഉള്ള കറണ്ട് ഫ്ലോ പെർ യൂണിറ്റ് ലെങ്ത്തിനെയാണ് എന്ത് പറയുന്നത്? സർഫസ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. സോ ഓക്കെ, ഐയുടെ ഡയറക്ഷൻ ഇതാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഇതിൻ്റെ രണ്ട് കമ്പോണൻ്റ് ഉണ്ടാവും അല്ലേ? ഈ ഏരിയ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡി എൽ പെർപെൻഡിക്കുലർ ആണ്. ആൻഡ് ദിസ് വൺ ഈസ് ഡി എൽ പാരലൽ അല്ലേ? ഫ്ലോയ്ക്ക് പാരലലായിട്ട് വരുന്നത് ഈ ഒരു ഡയറക്ഷനാണ്. ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഡയറക്ഷനാണ്. സപ്പോസ് സിഗ്മ ഈസ് ദ സർഫസ് ചാർജ് ഡെൻസിറ്റി. സിഗ്മ എന്ന് പറയുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ് എങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എന്താണ് വരുന്നത് എന്നുള്ളത് നോക്കാനുള്ളത്. ഓക്കെ, സർഫസ് കറണ്ട് ഡെൻസിറ്റി റിലേഷൻ എന്താണ് നമ്മൾ പറയുന്നത്? വാട്ട് ഈസ് മീൻ ബൈ സർഫസ് കറണ്ട് ഡെൻസിറ്റി? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോയിങ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ കറണ്ട് ഫ്ലോ. സോ ഐ ഈസ് ഈക്വൽ ടു കെ ഈസ് ഈക്വൽ ടു ഡി ഐ ബൈ ഡി എൽ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ള എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോ ആണെന്ത്? സർഫസ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഡി എൽ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കറണ്ട് ഫ്ലോയ്ക്ക് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ള ഡിസ്റ്റൻസ് ആണ് ഡി എൽ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ. കറണ്ട് ഫ്ലോ ഇങ്ങനെയാണ് നടക്കുന്നത് അല്ലേ? അതിന് പെർപെൻഡിക്കുലർ അല്ല ഈ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് അല്ലേ? കറണ്ട് ഇങ്ങനെ പോകുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ഒരു ഡയറക്ഷൻ ഉള്ളത്. സോ ദാറ്റ് ഈസ് ഡി എൽ പെർപെൻഡിക്കുലർ. ആ സർഫസിലൂടെ പോകുന്ന കറണ്ടിനെയാണ് നമ്മൾ സർഫസ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാവുന്ന പോലെ തന്നെ ഐ അല്ലെങ്കിൽ സ്മോൾ കറണ്ട് ഡി ഐ is equal to നമുക്ക് എന്താ എഴുതാം? ഡി ക്യൂ ബൈ ഡി ടി അല്ലേ? ഡി ക്യൂ ഇസ് ദ സ്മോൾ എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോയിങ് അലോങ് ദ സ്ട്രിപ്പ്. സോ ഡി എ എന്ന് പറയുന്നതാണ് ഏരിയ എങ്കിൽ, സപ്പോസ് ഡി എ ഈസ് ദ ഏരിയ, ദെൻ യു ക്യാൻ കൺസിഡർ ദാറ്റ് ഡി എ is equal to ഡി എൽ പാരലൽ ഇൻറ്റു
ഡി എൽ പെർപെൻഡിക്കുലർ. നമുക്കറിയാമല്ലോ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്ന പോലെയല്ലേ. ഡി എൽ പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത്തും ഡി എൽ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് അതിൻ്റെ ബ്രെഡ്ത്തുമാണ്. ഓക്കെ, അപ്പോൾ സിഗ്മ ഇസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ് സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ് അല്ലേ. ഡി ക്യൂ ബൈ ഡി എ ആണ് സിഗ്മ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഡി ക്യൂ ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, ജസ്റ്റ് ടു ഇക്വേഷൻ നമ്പർ 3, 4 ഡി ക്യൂ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, സിഗ്മ ഇൻറ്റു ഡി എ എന്ന് എഴുതാം അല്ലേ. ഞാൻ ഡി എക്ക് പകരം എന്ത് കൊടുക്കുന്നു, ഇക്വേഷൻ നമ്പർ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഡി എൽ പാരലൽ ഇൻറ്റു ഡി എൽ പെർപെൻഡിക്കുലർ എന്നുള്ള റിലേഷനാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, സോ ദിസ് ഇസ് എക്സ്പ്രഷൻ ഫോർ ഡി ക്യൂ. നമുക്ക് വേണ്ടത് കറണ്ടിൻ്റെ എക്സ്പ്രഷനാണ് അല്ലേ. അപ്പോൾ ഡി ഐ ഇസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഇൻ ഇക്വേഷൻ നമ്പർ 2. ഡി ഐ ഇസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി ആണ്. ഡി ക്യൂവിന് പകരം നമുക്ക് എന്താണ് കിട്ടിയത്, സിഗ്മ ഇൻറ്റു ഡി എൽ പാരലൽ ഇൻറ്റു ഡി എൽ പെർപെൻഡിക്കുലർ ഡിവൈഡ് ബൈ ഡി ടി എന്ന് കിട്ടി അല്ലേ. അവിടെ സിഗ്മ ഇൻറ്റു ഡി എൽ പെർപെൻഡിക്കുലർ എന്നുള്ളത് ഞാൻ അവിടെ പുറത്തേക്ക് എടുത്ത് എഴുതുന്നു. ഡി എൽ പാരലൽ ബൈ ഡി ടി എന്നുള്ള ടേമിൽ എഴുതുന്നു. ഡി എൽ പാരലൽ ബൈ ഡി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ വെലോസിറ്റി അല്ലേ. സോ ഡി ഐ ഇസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഡി എൽ പെർപെൻഡിക്കുലർ ഇൻറ്റു വി എന്ന് കിട്ടി. ഓക്കെ, സോ ഫ്രം ദിസ് ഡി ഐ ഇസ് ഈക്വൽ ടു എന്താണ്, സിഗ്മ വി ഡി എൽ പെർപെൻഡിക്കുലർ എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ റിലേഷൻ. ഓക്കെ, അത് ഡി ഐയുടെ റിലേഷനാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ കറണ്ട് ഡെൻസിറ്റി നമ്മളിവിടുത്തെ ഇതെന്താണ്, സർഫസ് കറണ്ട് ഡെൻസിറ്റിയാണ്, കെ ആണ് അല്ലേ. അപ്പോൾ കെ ഇസ് ഈക്വൽ ടു നമ്മൾ എന്താ എഴുതിയത്, ഡി ഐ ബൈ ഡി എൽ പെർപെൻഡിക്കുലർ. സോ വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ നമ്പർ what is this 5. Substitute equation number 5 in 1, then what will happen, k is equal to sigma v dl perpendicular divided by dl perpendicular എന്ന് കിട്ടും. dl perpendicular ക്യാൻസൽ ചെയ്യും. അപ്പോൾ നമുക്ക് k is equal to സർഫസ് കറണ്ട് ഡെൻസിറ്റി k is equal to എന്താ കിട്ടുക, സിഗ്മ v എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെയും നോക്കൂ, v എന്താണ്, വെലോസിറ്റിയാണ്, വെക്ടറാണ്. സോ k എന്തായിരിക്കും, ഒരു വെക്ടറായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ കെയുടെ ഡയറക്ഷൻ, സർഫസ് കറണ്ട് ഡെൻസിറ്റിയുടെ ഡയറക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ കിട്ടുക, വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഏതാണോ അത് തന്നെയാണ് സർഫസ് കറണ്ട് ഡെൻസിറ്റിയുടെയും ഡയറക്ഷനായിട്ട് വരിക. ഓക്കെ, ഇനി ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ എഫ് ഇസ് ഈക്വൽ ടു നമുക്കറിയാം എന്താണ്, ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. മാഗ്നറ്റിക് ഫോഴ്സാണ് നമ്മൾ നോക്കുന്നത്. മാഗ്നറ്റിക് ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ആണ്. ഇവിടെ സ്മോൾ സെഗ്മെൻറ്റ് അല്ലെങ്കിൽ സ്മോൾ ഏരിയയിലുള്ള ഫോഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡി എഫ് ഇസ് ഈക്വൽ ടു ഡി ക്യൂ ഇൻറ്റു വി ക്രോസ് ബി എന്നായിട്ട് മാറി. അതുപോലെ ഡി ക്യൂ ഇസ് ഈക്വൽ ടു എന്താ നമ്മൾ പറഞ്ഞു, ഡി ക്യൂ ഇസ് ഈക്വൽ ടു സിഗ്മ വി അല്ലേ, സിഗ്മ ഡി എ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സിഗ്മ ഡി എ ഇൻറ്റു വി ക്രോസ് ബി എന്നായിട്ട് മാറി. ഇവിടെ സിഗ്മ വി ക്രോസ് ബി ഡി എ എന്നായിട്ടും ഈ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാവുന്നതാണ് അല്ലേ. ഈ സിഗ്മ വി എന്താണ്, നമ്മുടെ ഇക്വേഷൻ നമ്പർ 6 പ്രകാരം സിഗ്മ വി എന്ന് പറയുന്നത് ആരാണ്, കെ ആണ്. അപ്പോൾ ഡി എഫ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, കെ ക്രോസ് ബി ഡി എ എന്നായിട്ട് മാറി അല്ലേ. സോ ദിസ് ഈസ് ദ മാഗ്നറ്റിക് ഫോഴ്സ് ഫോർ എ സ്മോൾ ഏരിയ ഡി എ. For the entire surface, what is the total force? Total magnetic force over the entire surface. ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം, ഈ കിട്ടിയ റിസൾട്ടിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എഫ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി എഫ് എന്നായി മാറി. സർഫസ് ഇൻ്റഗ്രൽ ആണെന്നുള്ളതാണ് വ്യത്യാസം വരുന്നത്. സോ സർഫസ് ഇൻ്റഗ്രൽ കെ ക്രോസ് ബി ഡി എ ആണ് എന്ത്, ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ സർഫസ് കറണ്ട് ഡെൻസിറ്റി നമ്മൾ പറഞ്ഞല്ലോ. ഇനി അടുത്ത ടോപ്പിക്കിൽ നമുക്ക് ഇതിൽ കൂടെ തന്നെ പറഞ്ഞു പോകാവുന്നൊരു ടോപ്പിക്കാണ് എന്ത്, വോള്യം കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ സർഫസ് കറണ്ട് ഡെൻസിറ്റി പഠിച്ചപ്പോൾ പറഞ്ഞത് എന്താണ്, ഇറ്റ് ഈസ് ദ കറണ്ട് പെർ യൂണിറ്റ് ലെങ്ത് എന്നാണ് പറഞ്ഞത് അല്ലേ. സോ ഇവിടെ എന്താ വരിക, എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോയിങ് ത്രൂ യൂണിറ്റ് ഏരിയ, അതാണ് എന്ത്,
വോളിയം കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് ഡയറക്ഷനിലാണ്? ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഫ്ലോ ഓഫ് കറണ്ട്. കറണ്ട് ഫ്ലോയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ എന്താണ് ഒരു യൂണിറ്റ് ഏരിയയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് എന്ത്? വോളിയം കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു 3 ഡയമെൻഷണൽ സ്ട്രക്ചറാണ് ആക്ച്വലി വരയ്ക്കേണ്ടത്. അതിൻ്റെ ഉള്ളിലുള്ള ചെറിയൊരു എലമെൻ്റാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ദിസ് ഇസ് എ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ. ഇതൊരു വലിയ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ ഉള്ളിലുള്ള ചെറിയൊരു സെക്ടറാണ് നമ്മൾ കാണിച്ചത് മാത്രം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പോകുന്ന ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ചെറിയൊരു വോളിയം എലമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, ഇങ്ങനൊരു മൊത്തം ഒരു ചെറിയ വോളിയം എലമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്തു. അവിടെ ആ വോളിയം എലമെൻ്റാണ് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത്, ദിസ് ഇസ് ദ DL പാരലൽ സെക്ടർ. ഇവിടെ ഉള്ളത് എന്താണ്? D2 ആണ് വോളിയം എലമെൻറ്റ്. ദാറ്റ് ഈസ് DA ഇൻറ്റു DL പാരലൽ. അതാണ് വരിക. DA എന്ന് പറയുമ്പോൾ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ, ഫ്ലോയ്ക്ക് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ള ഏരിയ. ഫ്ലോ ഇതാണ് കേട്ടോ, കറണ്ട് ഫ്ലോ നടക്കുന്ന ഡയറക്ഷൻ ഇതാണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏരിയയാണ് നമ്മൾ DA ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ DA ഇൻറ്റു DL പാരലൽ. അപ്പോൾ DAയുടെ ഡയറക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാൻ കഴിയുക? ഇവിടെയുള്ള ഈ ഒരു സെക്ടറാണ് DAയുടെ ഡയറക്ഷൻ, DA പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. അതേ ഇൻറ്റു ഈ ഒരു സർഫസ്, ദാറ്റ് ഈസ് ഈ ഒരു സർഫസിൻ്റെ ഡയറക്ഷൻ ഇതാണ് DA പെർപെൻഡിക്കുലർ. അതിന് ഫ്ലോയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏരിയ എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി? അല്ലെങ്കിൽ നമ്മുടെ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ എന്താ കിട്ടുക? സർഫസ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് J ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. DI/DA പെർപെൻഡിക്കുലർ എന്നാണ് നമുക്ക് റിലേഷൻ കിട്ടുക. ആൻഡ് വി നോ DI is equal to dQ/dt അല്ലേ? dQ is equal to, ഇവിടെ റോ ആണ് ചാർജ് ഡെൻസിറ്റി എങ്കിൽ, സപ്പോസ് റോ ഈസ് ദ വോളിയം ചാർജ് ഡെൻസിറ്റി, എന്ത് വരും? റോ ബൈ അല്ലെങ്കിൽ റോ ഇൻറ്റു DV എന്ന് കിട്ടും, അല്ലെങ്കിൽ D2. വോളിയം എലമെൻറ്റ് D2 ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ റോ D2 ആയിരിക്കും എന്ത്? DQ എന്ന് പറയുന്ന ആൾ. ഓക്കെ, സോ DI is equal to, DQവിന് പകരം എന്ത് കൊടുക്കാം? റോ D2 എന്ന് കൊടുക്കാം ബൈ DT അല്ലേ? റോ D2 എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയമാണ്. വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഇൻറ്റു തിക്നെസ്. സോ ഐ എം സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദാറ്റ് DA പെർപെൻഡിക്കുലർ ഇൻറ്റു DL പാരലൽ ബൈ DT ആണ് DI എന്ന് പറയുന്നത് അല്ലേ? സോ DL പാരലൽ ബൈ DT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? നേരത്തെ പറഞ്ഞ പോലെ തന്നെ DL/dt നമ്മളിവിടെയും തൊട്ട് മുമ്പത്തെ സെക്ടറിൽ അത് കണ്ടിട്ടുണ്ടായിരുന്നു. DL പാരലൽ ബൈ DT അതിനെയാണ് നമ്മൾ എന്തായിട്ട് എഴുതിയത്? V ആയിട്ട് എഴുതിയത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഇക്വേഷൻ എന്തായി മാറി? DI is equal to റോ DA പെർപെൻഡിക്കുലർ ഇൻറ്റു V. ഓക്കെ, സോ ദിസ് ഇസ് DI. സോ കറണ്ട് ഡെൻസിറ്റി J എന്ന് പറയുന്നത് എന്താണ്? DI/DA പെർപെൻഡിക്കുലർ ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു V ആണ്. അപ്പോൾ ജെയും ആരാണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. സോ J is equal to നമുക്ക് കിട്ടുന്നതാണ് റോ V ആണ്. ജെയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? Vയുടെ അതേ ഡയറക്ഷൻ തന്നെയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ J എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. Now what is the force? What is the magnetic force? ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ എന്താ നമ്മൾ പറഞ്ഞത്? DF is equal to സ്മോൾ വോളിയം എലമെൻറ്റിലാണെങ്കിൽ അവിടെയുള്ള ചാർജ് ഇൻറ്റു V ക്രോസ് B ആണ്. ചാർജിന് നമ്മൾക്ക് പകരം എന്ത് കൊടുത്തു? റോ D2 എന്ന് കൊടുത്തു. V ക്രോസ് B ആണ്. സോ ഹിയർ വി ആർ റീഅറേഞ്ചിങ് ദിസ് ആസ് റോ V, സോറി വിയുടെ മുകളിലല്ല എന്ത് വരിക? സോറി, റോൻ്റെ മുകളിലല്ല, റോ ഇൻറ്റു V ക്രോസ് B D2 എന്നായിട്ട് മാറി. റോ V എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണെന്ന് പറഞ്ഞു? J ആണെന്ന് പറഞ്ഞു. സോ J ക്രോസ് B D2 ആയിട്ട് മാറിയത് DF. ഓക്കെ, സോ ദിസ് ഇസ് എ സ്മോൾ current, small force acting on that volume segment due to
the flow of current. Okay. So what is the total magnetic force experienced by the whole volume? Total magnetic force എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? എഫ് ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഡി എഫ് എന്നാണ് കിട്ടുക. ഓവർ ദ വോള്യൂം ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഓവർ ദ വോള്യൂം ജെ ക്രോസ് ബി ഡി ടോ എന്നാണ് വരുന്നത്. ഓക്കെ, ഇതാണ് എന്ത് ഫോഴ്സ് ഓൺ ദ വോള്യൂം കറണ്ട് ഡെൻസിറ്റി ജെ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഇതിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഇതാണ്. എന്താണ് സർഫസ് കറണ്ട്, എന്താണ് കറണ്ട്, എന്താണ് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, എന്താണ് സർഫസ് കറണ്ട് ഡെൻസിറ്റി, എന്താണ് വോള്യൂം കറണ്ട് ഡെൻസിറ്റി, ഇതുകൊണ്ടുണ്ടാവുന്ന ഇതൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടക്ടറിന് മുകളിലെ ഓർ ദ ഏരിയ ഓർ ദ വോള്യൂം ഒക്കെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്താണെന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.